വെൽക്കം ബാക്ക്. നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഇപ്പോൾ ഈ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റിന് 3 ടേബിൾ സ്പൂൺ വെള്ളം, അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈസ്റ്റ് അലിയിച്ച് കൊടുക്കണം. ഈസ്റ്റ് നന്നായിട്ട് അലിഞ്ഞ് വന്നാൽ മാത്രമേ അത് ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് അലിയിച്ചതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെച്ചിരിക്കാം, അടച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ശരിയായി വരും. പിന്നെ ഇനി വേണ്ടത് 1 കപ്പ് കോക്കനട്ടാണ്. 1 കപ്പ് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അരി എടുത്ത് 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. അപ്പം ഒരു കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങയാണ് വേണ്ടിയത്. 5-6 മണിക്കൂറെങ്കിലും അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മാത്രമേ നന്നായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ തേങ്ങയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം തേങ്ങയുടെ വെള്ളത്തിന് പകരം കരിക്കും വെള്ളം ആയാലും മതി. ഏതായാലും ഒരു 1/2 കപ്പ് വേണ്ടി വരും. കരിക്കും വെള്ളമാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പം കരിക്കും വെള്ളം ഇല്ലാത്തതുകൊണ്ട് തേങ്ങാ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ തേങ്ങയുടെ വെള്ളവും ഈ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്തതാണ്. തേങ്ങാ വെള്ളത്തിൽ തേങ്ങ ഇട്ട് അരിച്ചെടുക്കണം. അതിൻ്റെ തരിയൊന്നും പാടില്ല. നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അരി അരച്ചു കൊടുക്കാം. അപ്പോൾ അരി ഞാൻ വെള്ളം ഇല്ലാതെയാണ് മിക്സിയിലേക്ക് ഇട്ടിരിക്കുന്നത്. നമ്മളിനി ഈ അരി അരയ്ക്കുന്നത് ഈ തേങ്ങാപ്പാലിലാണ്, അല്ലാതെ വെള്ളം ചേർത്ത് അരയ്ക്കരുത് ഒരിക്കലും. അതുപോലെ തന്നെ അരി ഒന്ന് മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് അരച്ചാൽ മതി. ബാക്കി നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പോൾ എല്ലാ വെള്ളവും കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ അരി നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടണം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വട്ടയപ്പത്തിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് മതി എന്നുള്ളവർ അതനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അധികം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. അതിന് പകുതി തേങ്ങാപ്പാൽ മാത്രം ഇട്ട് അരച്ചെടുത്തതാണിത്. എങ്കിലേ നന്നായിട്ടിത് അരഞ്ഞു വരുള്ളൂ. ഇപ്പം നന്നായിട്ടിത് അരഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അരിയുടെ തരികളൊന്നും കാണത്തില്ല. ആ രീതിയിൽ അരച്ചെടുക്കണം. നമുക്കിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഈസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് അലിയിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പൂണിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 6 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടി വെക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 5 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം വെക്കണം. പൊങ്ങി വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, നമ്മൾ വെള്ളയപ്പമൊക്കെ പൊങ്ങി വരുന്ന പോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരില്ല. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്ന് ഞാനൊരു 6 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് സ്പൂണിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൊങ്ങി വന്നതൊക്കെ ഒന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോകുന്ന ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഒരു തട്ട് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു തട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഗ്ലാസിൻ്റെ തന്നെ വേണമെന്നില്ല, ഒരു സ്റ്റീലിൻ്റെ തട്ട് വെച്ചാലും മതി. ഇപ്പോൾ ഗ്ലാസിൻ്റെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ആവിയുടെ ചൂട് വരുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസിൻ്റെ പാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് നെയ്യോ ഓയിലോ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ നമ്മുടെ വട്ടയപ്പം നല്ല ഈസി ആയിട്ട് ഇളകി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് എല്ലായിടത്തും. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളയപ്പത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് നിറച്ചൊഴിച്ചാൽ കുറച്ചുകൂടി പൊങ്ങിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിന് കടന്നു വരും. അതുകൊണ്ട് ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 20 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ 20 മിനിറ്റ് ആവുന്നതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റണം.
ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്